a very, very warm welcome to each and every one of you to Legal Quotient Asianet ACV presents Kerala Business Icons Award 2025, powered by CEO Square and co-sponsored by KSFE and Hill Valley School. നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഈ ഒരു സ്പെഷ്യൽ ഈവനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Well, I am MC Catherine and I'm really excited to be a host for the day. കേരളത്തിൻ്റെ വളർച്ചയെ നയിക്കുന്ന അതുല്യരായ ബിസിനസ് വ്യക്തിത്വങ്ങളെയും സ്ഥാപനങ്ങളെയും ആദരിക്കാനാണ് ഇന്ന് നമ്മൾ ഒരുങ്ങുന്നത്. സംരംഭക ലോകത്ത് പുതുമയും മികവും കൊണ്ട് വഴിത്തിരിവുകൾ സൃഷ്ടിച്ച ഒട്ടനേകം വളരെ പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രശസ്തരായ ലീഡേഴ്സ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആൻഡ് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ്സ് ക്വിക്ക്ലി അക്നോളജ് ആൻഡ് താങ്ക് അവർ പാർട്ട്നേഴ്സ്. നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ലീഗൽ ക്വോഷ്യന്റ്, ആൻഡ് ദിസ് ഇവന്റ് ഇസ് പവർഡ് ബൈ CEO Square ആൻഡ് co-sponsored by KSFE ആൻഡ് Hill Valley School. ആൻഡ് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ ലെറ്റ്സ് ഹാവ് അവർ ഡിഗ്നിറ്ററീസ് ഓൺ ടു ദ സ്റ്റേജ്. ആദ്യം തന്നെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് ശ്രീ VD Sadishan, our Honorable MLA and Leader of Opposition of Kerala Legislative Assembly. നല്ലൊരു കയ്യടിയോട് കൂടെ ഒത്തിരി സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് ഹാവ് എ സീറ്റ് സർ. ആൻഡ് അടുത്തതായി മിസ്റ്റർ അഭിജിത്ത് B, എക്സിക്യൂട്ടീവ് എഡിറ്റർ ഓഫ് ACV News. നല്ലൊരു കയ്യടിയോട് കൂടെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് നൗ ഫൈനലി മിസ്റ്റർ ബിജോ ജോസ്, സെയിൽസ് ഹെഡ് ഓഫ് ACV. നല്ലൊരു കയ്യടിയോട് കൂടെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, ആൻഡ് നൗ to begin with, to start this auspicious day, വളരെയധികം സ്പെഷ്യലായ വളരെയധികം പവർഫുൾ enough to officially welcome all of you, let me invite on stage with all your permission and with all the love in this room, let's invite Mr. Abhijit B for the welcome address, the executive editor of ACV News, with a bigger, louder round of applause. Over to you, sir. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി ഏഷ്യാനെറ്റ് എന്ന നാമം കേരളത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ സന്തോഷമാണ് ഈ ഘട്ടത്തിലുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് എപ്പോഴും നമ്മോടൊപ്പം നിൽക്കുന്ന സംരംഭകരുണ്ട്. അത്തരം ആൾക്കാരുടെ വലിയ ഇനിഷ്യേറ്റീവാണ് നമ്മുടെ ഒരു സമ്പദ്ഘടനയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നയിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിക്കാനെത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD Sadishan അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ വിവിധ മേഖലയിൽ കർമ്മരംഗത്ത് കഴിവ് തെളിയിച്ച ആൾക്കാർക്കാണ് ഈ പുരസ്കാരം ഇന്ന് നൽകുന്നത്. അത് ശ്രീ മിസ്റ്റർ MK സോമൻസ് ലെഷർ ടൂസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ മിസ്റ്റർ കോര ജെയിംസ് കെയർ ഓൺ ഹെൽത്ത് കെയർ സൊല്യൂഷൻസിൻ്റെ ഡയറക്ടറാണ്. മിസ്റ്റർ പീറ്റർ പോൾ പിട്ടാപ്പള്ളി എന്ന വിശ്വസ്തയുടെ നാമത്തിൻ്റെ പേരാണ്. അതോടൊപ്പം തന്നെ മിസ് കീർത്തി CEO സ്ക്വയറിൻ്റെത്. അതോടൊപ്പം തന്നെ ടിനി P പനക്കൽ ചിത്തിര വിമൻസ് അക്കാഡമിയുടെ മേധാവിയാണ്. അതോടൊപ്പം തന്നെ മിസ്റ്റർ ജോൺ കുര്യാക്കോസ്, ഫൗണ്ടർ ആൻഡ് ചെയർമാൻ കെയർ ഡെൻ്റൽ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവർക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. Thank you for your kind words, sir. And ladies and gentlemen, now it is indeed an honor to invite a distinguished leader and a powerful voice of people. We are privileged to have with us Sri VD Sadishan, our Honorable MLA and Leader of Opposition in the Kerala Legislative Assembly. Welcoming you, sir, for the inaugural address. Let's give him another huge round of applause, everyone. Over to you. ഏറ്റവും പ്രിയങ്കരായ ശ്രീ അഭിജിത്ത് B, ശ്രീ ബിജോ ജോസ്, ഏറ്റവും ബഹുമാന്യരായ അവാർഡ് ജേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ACV കേരളത്തിലൊരു 3 പതിറ്റാണ്ട് കാലമായി നമ്മുടെ പ്രക്ഷേപണ രംഗത്ത് മികവാർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർ മുൻകൈയെടുത്ത് ബിസിനസ് ഐക്കൺസിന് അവാർഡ് നൽകാൻ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി 6 പേരെ സെലക്ട് ചെയ്തു. ഈ 6 പേരെയും
ശ്രീ MK സോമൻ, ശ്രീ കോര ജെയിംസ്, ശ്രീ പീറ്റർ പോൾ പിട്ടാപ്പള്ളി, മിസ് കീർത്തി, ശ്രീ ടിനി പി പനക്കൽ, ശ്രീ ജോൺ കുര്യാക്കോസ്, എല്ലാവരെയും ഞാൻ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. ഇത് ഒഴുക്കിനെതിരെ നീന്തി വിജയിച്ച ആളല്ല. കേരളത്തിനെക്കുറിച്ച് കേരളത്തിന് പുറത്തുള്ളൊരു മെസ്സേജ് വർഷങ്ങളായി. കേരളത്തിൽ ബിസിനസ്സൊന്നും തുടങ്ങാൻ കൊള്ളില്ല, വ്യവസായങ്ങളൊന്നും തുടങ്ങാൻ കൊള്ളില്ല. വളരെ മോശമായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഞാനത് സമ്മതിക്കുന്നു. ഒരു 70കളുടെ തുടക്കത്തിലും 80കളിലും 90കളിലും എല്ലാം കേരളത്തിലൊരു ബിസിനസ് തുടങ്ങാൻ വരുന്നവരെ നമ്മൾ സമ്മതിക്കണമായിരുന്നു. കാരണം അത്ര എളുപ്പമൊന്നുമല്ല. കേരളത്തിൻ്റെ ധാരണകൾ മുഴുവൻ വളരെ വ്യത്യസ്തമായിരുന്നു. ആ കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തേക്കൊരു മെസ്സേജ് പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് പോയി. ഒരു ട്രേഡ് യൂണിയൻ മിലിറ്റൻസി കേരളത്തിലുണ്ടായിരുന്നു. സാധാരണക്കാരായ മലയാളികൾ നല്ല സംരംഭങ്ങൾ തുടങ്ങുന്നതിനോട് വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കാലം മാറി. കാലം മാറി എന്ന് പറയാൻ കാരണം ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റാണ്. ഞങ്ങളെല്ലാം ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനിസ്റ്റുകളാണ്. പ്രായമായെങ്കിലും ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനിസ്റ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് സംഘടിപ്പിച്ച ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു 15-20 വർഷമായിട്ട് ട്രേഡ് യൂണിയൻ സെക്ടറിലുണ്ട്. ഞാൻ ട്രേഡ് യൂണിയനിലിരിക്കുന്ന ഒറ്റ കമ്പനി ഇതുവരെ ഒരു സമരവും നടന്നിട്ടില്ല. ഇനി ഞാൻ സമരം നടത്താൻ തീരുമാനിച്ചാലും യൂണിയൻ അംഗങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ അവരോടൊരു പുതിയ കൾച്ചർ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും, ഞാൻ സെൻട്രൽ പബ്ലിക് സെക്ടറിലുണ്ട്, സ്റ്റേറ്റ് പബ്ലിക് സെക്ടറിലുണ്ട്, പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ഉണ്ട്, നിരവധി സ്ഥലങ്ങളിലുണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞിരിക്കുന്നൊരു മെസ്സേജ്, മേക്ക് ദ കമ്പനി പ്രോഫിറ്റബിൾ, യു വർക്ക് ഹാർഡ്, ദെൻ വി വിൽ ബാർഗെയിൻ ഫോർ യു ഫോർ ഗെറ്റിംഗ് ദ ഡ്യൂ ഷെയർ ഫോർ യു. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നന്നായി ജോലി ചെയ്ത് കമ്പനിയെ ലാഭത്തിലാക്കിയാൽ കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു ഷെയർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവായി ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. അതിന് ഞങ്ങൾ ടേബിളിൽ ബാർഗെയിൻ ചെയ്തോളാം. ഇപ്പം എനിക്കുള്ളൊരു അത്ഭുതം, ഞാൻ 3 വർഷം കൂടുമ്പോൾ, 4 വർഷം കൂടുമ്പോൾ, 5 വർഷം കൂടുമ്പോൾ ഈ കമ്പനിയുടെ എല്ലാം ഈ സെറ്റിൽമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അടുത്ത പീരീഡിലേക്കുള്ള സെറ്റിൽമെൻറ്റിൻ്റെ ടേബിളിലിരിക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങളുടെ തൊഴിലാളികളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല കംപ്ലൈൻ്റ് ഉണ്ടോന്ന്. അപ്പോൾ എനിക്കറിയാം പോസിറ്റീവ് റിപ്ലൈ ആണ്. അവർ പറയുന്നത് ഒരു കംപ്ലൈൻറ്റും ഇല്ല, അവർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടാർഗറ്റ് അവർ ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നെ കാണാൻ വരുന്ന ട്രേഡ് യൂണിയൻ സഹപ്രവർത്തകരോടും നമ്മൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഗവൺമെൻറ് അടക്കമുള്ള ആളുകളാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഏത് സെക്ടറാണ്, ഇപ്പോൾ പല സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ അവാർഡ് മേടിക്കുന്നത് പല സെക്ടറാണ്. നമ്മളൊന്ന് ടാക്സ് പിരിക്കണം. പ്രൈം ഡ്യൂട്ടി ഓഫ് എ സ്റ്റേറ്റ് ഈസ് ടു കളക്ട് ടാക്സ്. എന്നാൽ മാത്രമേ നമുക്ക് വെൽഫെയർ ആക്ടിവിറ്റീസും അതുപോലെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ടാക്സേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി ചെയ്യണം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ചെയ്യുന്നത് പോലെ മനോഹരമായി ടാക്സേഷൻ ചെയ്യണം. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്, രാജാവിന് ഉപദേശം കൊടുത്തിട്ടില്ല, എങ്ങനെയാണെന്നറിയോ? പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ പൂ പോലും അറിയരുതെന്നാണ് ടാക്സ് പിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ അസംബ്ലി പറഞ്ഞു, പൂ പോലും അറിയരുത്, പൂവിൽ നിന്ന് പൂമ്പാറ്റ തേൻ കുടിക്കുന്ന പൂ അറിയുന്നുണ്ട്, പൂ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുക. അതുപോലെ പൂ പോലും അറിയാതെ ഈ ബിസിനസ്സുകാരിൽ നിന്ന് ടാക്സ് പിരിക്കാൻ പാടില്ല. എല്ലാവരിൽ നിന്നും ടാക്സ് പിരിക്കുക, ഒരുപാട് എമൗണ്ട് ടാക്സ് പിരിക്കുക എന്നുള്ളതല്ല. റീസണബിൾ ടാക്സിൻ്റെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുക. 1000 പേരുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുന്നുണ്ടെങ്കിൽ ആ ടാക്സ് കുറച്ചുകൂടി കുറച്ച് അത് 10,000 പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുക. ടാക്സിൻ്റെ നെറ്റ്വർക്ക് അതാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകരാജ്യങ്ങൾ എല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മൾ എല്ലാ സെക്ടറിനെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചില സെക്ടേഴ്സ് ചില സമയത്ത് വരുമ്പോൾ ഡൗൺ ആവും, പല കാരണങ്ങളുമുണ്ട്. ചിലപ്പോൾ ഇൻ്റർനാഷണൽ റീസൺസ് ആകാം, നമ്മുടെ സ്റ്റേറ്റിലുണ്ടാകുന്ന പ്രശ്നമാകാം, ചിലപ്പോൾ കലാമിറ്റീസ് ഉണ്ടാവും. ഏത് സെക്ടർ എപ്പോഴെല്ലാം ഒന്ന് ഡൗൺ ആയാൽ അവരെ താങ്ങി നിർത്തുക. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെൻറ്. അവരെ താങ്ങി നിർത്തി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഞാൻ പണ്ട് AICCയിലുണ്ടായിരുന്ന സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണ്. അന്നൊരു വലിയ ആക്ഷേപം വന്നു. നമ്മുടെ റിസഷനുള്ള കാലത്താണ് വന്നത്. അതായത് എക്സ്പോർട്ടേഴ്സിന് ഒരുപാട് സഹായം കൊടുത്തു.
അതായത് ടാക്സൊക്കെ റിഡക്ഷൻ കൊടുത്തു. അപ്പം ഞാൻ അദ്ദേഹത്തോട്, ഞാനന്ന് വലിയ പ്രായമൊന്നുമുള്ള സമയമല്ല, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ വളരെ ഇതായിട്ട് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സെക്ടറിനൊരു എക്സ്പോർട്ടേഴ്സിന് ഇങ്ങനെ സഹായിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നല്ല റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഞാൻ പറഞ്ഞുതരാമെന്ന്. അദ്ദേഹം പറഞ്ഞു, റിസഷൻ വരുമ്പോൾ, പ്രത്യേകിച്ച് ഗ്ലോബൽ റിസഷൻ വരുമ്പോൾ ആദ്യം വരുന്നത് പർച്ചേസ് ഓർഡേഴ്സ് ക്യാൻസലാവും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, യൂറോപ്പിൽ നിന്നൊക്കെ ആളുകൾ നേരത്തെ വാങ്ങിക്കാം എന്ന് ഉറപ്പ് കൊടുത്ത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ പർച്ചേസ് ഓർഡർ ക്യാൻസലാവും. അപ്പോൾ ഇവരാകെ സ്റ്റണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്രൈസിസിലായി. അപ്പോൾ ഇവർ എക്സ്പോർട്ടേഴ്സിന് ആ സമയത്ത് ടാക്സ് പിടിക്കാതെ അവർക്ക് ടാക്സിൻ്റെ റിഡക്ഷൻ കൂടെ അവർ പിടിച്ചു നിൽക്കാൻ. നമ്മൾ പറയും വെന്റിലേറ്റർ കൊടുക്കാമെന്ന് പറയും. ഇപ്പം ആശുപത്രി കൊടുക്കണ വെന്റിലേറ്റർ അല്ല, അത് അടുത്ത ആൾ വന്നാലേ മാറ്റുള്ളൂ. അടുത്ത ആൾ വന്നാലേ ഇത് മാറ്റുള്ളൂ. അതല്ല, ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാം. പുള്ളി അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉടനെ മാനുഫാക്ചറിങ് സെക്ടറിനെ ബാധിക്കും. അപ്പോൾ മാനുഫാക്ചറിങ് തകരും. മാനുഫാക്ചറിങ് തകർന്നാൽ മാനുഫാക്ചറിങ് സെക്ടറിനെ ഫിനാൻസ് ചെയ്തിരിക്കുന്ന ബാങ്കുകൾ തകരും. ചെയിനായിട്ടാണ് തകർന്നു പോകുന്നത്. അപ്പം നമ്മൾ ഏത് മേഖലയാണ് തളർന്നിരിക്കുന്നത് അവരെ ഒന്ന് താങ്ങി നിർത്തുക. ഞാൻ പിന്നെ എടുത്ത് വായിച്ചു, റിസഷൻ വന്നപ്പോൾ ലണ്ടനിലെ റെസ്റ്റോറൻറ്റുകളെല്ലാം അടച്ചുപൂട്ടി. പെട്ടെന്ന് ഗവൺമെൻറ് ആകെ ഇതായി. പെട്ടെന്ന് ഗവൺമെൻറ് ഒരു കാര്യം പ്രഖ്യാപിച്ചു, ആര് റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിച്ചാലും അവർക്ക് 50% റിഡക്ഷനാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടേ, 100 പൗണ്ട് ഭക്ഷണം കഴിച്ചാൽ 50 പൗണ്ട് സർക്കാർ തരും. ഫ്രീ കിട്ടുമ്പോൾ ഒരു രസമുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും വന്നു, നമുക്കൊന്ന് പോയി ഫാമിലിയായിട്ട് പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ആളുകൾ വരാൻ തുടങ്ങി. 50% ഫ്രീ അല്ലേ? ആളുകൾ വന്ന് പിന്നെ അതൊരു ശീലമായി, റെഡിയായി. ആളൊക്കെ റെസ്റ്റോറൻറ്റൊക്കെ ഫുള്ളായപ്പോൾ പതുക്കെ ഗവൺമെൻറ് അത് വിഡ്രോ ചെയ്തു. ഇനി ഗവൺമെൻറ് വിഡ്രോ ചെയ്യുന്ന പറഞ്ഞാൽ നാളെ പോലെ ഹോട്ടലിൽ പോകണ്ടെന്ന് ആരെങ്കിലും തീരുമാനിക്കാം. ബിസിനസ് ലൈവായി. അപ്പം നമ്മളെപ്പോഴും ഏത് ബിസിനസ് ആണെങ്കിലും ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും എവിടെയാണ് ഒരു ക്ഷീണമുണ്ടാകുന്നത് നോക്കി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ ഷെയ്ഡി ബിസിനസ്, ഞാൻ വേണ്ടി തോമസ് ഐസക്കായിട്ട് തർക്കിക്കും. അതായത് GST കൊണ്ടുവന്നപ്പോൾ ക്യാമറ ഇല്ല, അപ്പോൾ എല്ലാം B2B ബിസിനസ്സും B2C ബിസിനസ്സും ഒക്കെ ഷെയ്ഡി ബിസിനസ് ടാക്സ് ഇല്ലാതെ കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ വീട് വയ്ക്കാൻ പോകണം, 5000 സ്ക്വയർ ഫീറ്റ് ടൈല് കർണാടകത്തിൽ നിന്ന് കൊണ്ടുവരും, ടാക്സ് കൊടുക്കില്ല. പിന്നെ ഞാൻ കൊണ്ടുവന്ന് വേറെ ആൾക്ക് വിൽക്കും. അപ്പോൾ തോമസ് ഐസക്ക് പറയാം, ഇപ്പോൾ നമുക്ക് 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ കിട്ടും. അത് പോട്ടെ, നമ്മളത് പറയാൻ പാടില്ല. കാരണം ഒരു ടാക്സ് വരുമ്പോൾ ഒരു കൾച്ചറാണ് വരുന്നത്. ആ കൾച്ചറിൽ ലീക്കേജ് വരാൻ പാടില്ല. 5 വർഷം കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കിട്ടില്ല, അപ്പോൾ നിങ്ങൾ വിവരം അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഒരാൾ കൊണ്ടുവന്ന് ടൈലിങ്ങനെ വിൽക്കുകയാണ്, കുറേ ആളുകൾ ഇങ്ങനെ ടൈല് വിൽക്കുകയാണ്. വേറൊരുത്തൻ്റെ ഒരു കട ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. വാടക കൊടുത്ത്, എംപ്ലോയീസിനെ വെച്ച്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, വാട്ടർ ചാർജ് കൊടുത്ത് അവിടെ ഇരിക്കുകയാണ്. അവൻ പൂട്ടിപ്പോവും. ഹീസ് എ ജെനുവിൻ ടാക്സ് പെയർ. അവനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ജോലി ആർക്കാ? സ്റ്റേറ്റിനാണ്. അപ്പം അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഷെയ്ഡി ബിസിനസ് ബ്ലോക്ക് ചെയ്യണം. ഷെയ്ഡി ബിസിനസ് എൻകറേജ് ചെയ്താൽ എല്ലാവരും ഷെയ്ഡി ബിസിനസ് നടത്തും. ശരിയായ ബിസിനസ് നടത്തുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ കുറേ അപ്രോച്ച് നമുക്ക് മാറണം. നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്ലൈമറ്റിന്, ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്, നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? നമ്മുടെ അഗ്രികൾച്ചർ നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക? നമുക്ക് ഏതെല്ലാം ടൈപ്പ് ഇൻഡസ്ട്രി നമുക്ക് തുടങ്ങാം? ഏതെല്ലാം പ്രോഡക്റ്റ് നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് തുടങ്ങാം? നിങ്ങളെല്ലാം നിങ്ങളുടെ അതാത് ഫീൽഡുകളിൽ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിട്ടും ആ മത്സരങ്ങളെയെല്ലാം അതിജീവിച്ച് നന്നായി ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, മോഡൽസാണ്. അതാണ് നിങ്ങളിവിടെ ആദരിക്കപ്പെടുന്നത്. ഞാനിപ്പോൾ ഈ ഏറ്റവും അടുത്ത് സന്ദർശിച്ചത് നമ്മുടെ ഡെൻകെയറാണ്. ഡെൻകെയർ, അദ്ദേഹത്തിന് ഇവിടെ അവാർഡുണ്ട്, ശ്രീ ജോൺ കുര്യാക്കോസ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പറഞ്ഞത് അത് പോയി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഐ വാസ് സർപ്രൈസ്ഡ്. കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുണ്ടോ? അത്ഭുതമാണ്. പല്ലാണ് ഉണ്ടാക്കി തരുന്നത്. ഏറ്റവും വേൾഡ് ക്ലാസ്സിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ നമ്മുടെ മൂവാറ്റുപുഴയിൽ ഉണ്ടാകുന്നുണ്ട്. അത്ഭുതമാണ്. അതുപോലെ ഓരോ രംഗത്തും അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന നല്ല ബിസിനസ് നമ്മുടെ നാട്ടിലുണ്ട്. അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുമായിട്ട് ഗവൺമെൻറ് ആശയവിനിമയം നടത്തുക, അവരുടെ ഐഡിയാസ് എന്താണെന്ന് ചോദിക്കുക. പിന്നെ പറഞ്ഞു എപ്പോഴാണ് നമ്മൾ എല്ലാം നന്നായിട്ട് പോകുന്നത്, എല്ലാം സ്മൂത്തായിട്ട് പോകുന്നത്? അതൊരു സമയമാണ് അല്ലേ? അപ്പോൾ സാധാരണക്കാരെന്ത് ചെയ്യും?
ഇനി എന്താ കുഴപ്പം, വിശ്രമിക്കും. പക്ഷെ ദാറ്റ് ഈസ് ദ റൈറ്റ് ടൈം. എന്തിനാണ്? ഒരു അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ടൈമാണ്. എല്ലാം സ്മൂത്തായിട്ട്. എല്ലാ ബിസിനസ്സുകാരനും ഒരു പ്ലാൻ വേണം. ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉണ്ടാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ ഇൻഡസ്ട്രി എന്തായിരിക്കണം, എൻ്റെ ബിസിനസ് എന്തായിരിക്കണം. ഇപ്പം പോണ പോലെ മതിയാണ്, പോരാ, ഡ്രീമി ആയിരിക്കണം. 5 കൊല്ലം കഴിഞ്ഞാൽ ഈ ബിസിനസ് ഗംഭീരമാണ്. അതിന് ഓരോ കൊല്ലം ഞാൻ ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്താണ്. അപ്പോൾ പ്ലാൻ, പിന്നെ ആ പ്ലാനിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. പിന്നെ ഞാൻ പറയും രാഷ്ട്രീയവും ബിസിനസ്സും ഒരുപോലെ. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ഇല്ല ഞാൻ നിർത്തൂല. ശബ്ദം ശരിയായി വന്നു, അത് കുഴപ്പം. രാഷ്ട്രീയവും ബിസിനസ്സും ഒരുപോലെയാണെന്ന് പറയാൻ കാര്യം, നിങ്ങൾ വിൽക്കുന്നത് പ്രോഡക്റ്റാണ് അല്ലേ? പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക. നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യണം. പ്രോഡക്റ്റാണ് നമ്മൾ, അതാണ് വ്യത്യാസം. പിന്നെ പ്ലാനിങ് വേണം. നിങ്ങൾക്ക് വേണ്ട പ്ലാനിങ്. ആ പ്ലാൻ, നമ്മളെടുക്കുന്ന പ്ലാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ. അതും പൊളിറ്റിക്സിലും വേണം, ബിസിനസ്സിലും വേണം. മൂന്നാമത്തെ കാര്യം, സെലക്ട് ദ റൈറ്റ് പേഴ്സൺസ് അറൗണ്ട് യു. ആണോ? കൃത്യമായ ആളുകളെ സെലക്ട് ചെയ്യണം. നമ്മുടെ ടീം ബിൽഡ് ചെയ്യണം. ഏത് ബിസിനസ്സിലും ഒറ്റയ്ക്കൊന്നും ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിയുള്ള കാലത്ത്. ടീം ബിൽഡ് ചെയ്യണം. അത് പൊളിറ്റിക്സിലും വേണം. നല്ല ടീം ബിൽഡ് ചെയ്യണം. ആ ടീം, അതിൻ്റെ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തിലാ ബിസിനസ്സിൽ? സെലക്ഷൻ ഓഫ് ദ റൈറ്റ് പേഴ്സൺസ്. ഇപ്പം ഞാൻ പറഞ്ഞത് മാത്രം പോരാ, വിശ്വസ്തരായ, മിടുക്കരായ, നല്ല പൊട്ടൻഷ്യലുള്ള ആളുകളെ വെച്ചാൽ മാത്രം പോരാ, അവരെ ഒബ്സർവ് ചെയ്യണം നമ്മൾ. ഇപ്പം നിങ്ങളൊരു പ്രൊക്യൂർമെൻറ്റ് മാനേജറെ വെച്ച്, നല്ല സത്യസന്ധൻ, ഭയങ്കര ഡീസൻറ്റ്, ഓണസ്റ്റ്, ഓക്കെ. പക്ഷെ നമ്മൾ വാച്ച് ചെയ്യണം. കാരണം എന്താ പറയുക, അയാൾ അങ്ങനെ ആയിരിക്കാം, പക്ഷെ അയാളെ ചീത്തയാക്കാൻ വേണ്ടി വേറെ കുറേ ആളിറങ്ങി കാണും ഇല്ലേ? അവന് കമ്മീഷൻ കൊടുത്ത് 20% കമ്മീഷൻ കൊടുത്ത്, ഇനി ഒരു രക്ഷയിലെ അയാൾ ഭാര്യ വീട്ടിൽ പോയിട്ട്, ഈ പൊട്ട കാറാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഉപയോഗിക്കുന്നത്, ഒരു പുതിയ കാർ തരാം. ഏത് കാർ കൊടുക്കുന്നത് എന്തിനാ? ഇവൻ്റെ പൊട്ട സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൊക്യൂർമെൻറ്റ് മാനേജറെ സ്വാധീനിക്കുകയാണ്. ഇപ്പം നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? ലീഡർഷിപ്പിലുള്ള ആളുകൾ, ചുറ്റും നിൽക്കുന്ന ആളുകളെ, കറക്റ്റായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്താൽ പോരാ, കൃത്യമായിട്ട് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഇതുണ്ട്. പിന്നെ നമ്മളും ഡ്രീമി ആയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ അധ്വാനം, ഹാർഡ് വർക്കിങ്ങാണ്. പണ്ട് ബസ് മുതലാളി ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. ഞാൻ പറയും, ഇപ്പോൾ ഒരു ബസ് മുതലാളിയില്ല. എന്താ? ഇപ്പോൾ ഒരാൾ ബസ് വാങ്ങിച്ചാൽ ഒന്നിൽ ആ ബസ്സിലെ കണ്ടക്ടറായിട്ടോ ചെക്കറായിട്ടോ പോകണം, ഇല്ലെങ്കിൽ ബസ് വേറെ വല്ലവരും കൊണ്ടുപോകും. ശരിയാണോ? നമ്മളതിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ മുതലാളിയില്ല. നല്ല ബുദ്ധിമാനായ ഒരുത്തൻ കണ്ടക്ടറായിട്ട് കയറിയിട്ട് ആ പൈസയും കൂടി സേവ് ചെയ്യും. ആ പൈസ വേറെ കണ്ടക്ടർ കൊടുക്കേണ്ട സാലറി പുള്ളി സേവ് ചെയ്യും, ഏറ്റവും ബുദ്ധിപൂർവ്വം. പിന്നെ ഇത് വാച്ച് ചെയ്യും. ഒരാൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ? റെസ്റ്റോറൻറ്റ് തുടങ്ങിയ കൗണ്ടറിൽ കയറി ഇരുന്നാൽ മതിയോ? റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ എന്തൊരു പാടാണത് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഫിഷ് മാർക്കറ്റിൽ പോയി, മീറ്റ് മാർക്കറ്റിൽ പോയി, ഈ ഓണർ ശരിയല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തിരുവല്ലയിൽ, ബിഗ് മൗത്ത് എന്നൊരു ഹോട്ടൽ. പുള്ളി 3 മണിക്ക് എഴുന്നേറ്റ് മാർക്കറ്റിൽ പോയി പുള്ളി ഫിഷ് വാങ്ങിക്കും, പുള്ളി മീറ്റ് വാങ്ങിക്കും. ഇപ്പം ഞാൻ കയറുവാണെങ്കിൽ അവിടെ കയറുള്ളൂ. എനിക്കറിയാം നല്ല സാധനമായിരിക്കും കറക്റ്റായിട്ട് വാങ്ങിക്കുന്നത്. അത് വേറൊരാളെ ചിലപ്പോൾ ഏൽപ്പിച്ചാൽ, നേരത്തെ പറഞ്ഞ മാതിരി ചിലപ്പോൾ ചീഞ്ഞ മീൻ വരും, മോശം മീറ്റ് വരും. അപ്പോൾ അയാൾ രാത്രി 12 മണിക്കാണ് കിടക്കുന്നത്. ഇപ്പോൾ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, നല്ല കുക്ക്. അപ്പോൾ ആളുകൾ ഹോട്ടലിൽ കയറാൻ തുടങ്ങും. ഇയാൾ കുക്ക് നല്ല ബിസിനസ് ആയതുകൊണ്ട് കയറാൻ മന്നവരുടെ കൂട്ടത്തിൽ വേറെ കോമ്പറ്റീറ്ററായിട്ടുള്ള ഹോട്ടലുകാരും ഉണ്ടാവും. ഇയാൾക്ക് നിങ്ങൾ 20,000 രൂപയുടെ സാലറി കൊടുക്കണമെങ്കിൽ സ്വകാര്യം പോയി 30,000 രൂപ തരാമെന്ന് പറഞ്ഞ് രാത്രി പൊക്കും. ചോദിച്ചു നോക്ക്, കുക്കിനെ പൊക്കിയാൽ പിറ്റേ ദിവസം നമ്മൾ ആ ഹോട്ടലിലെ ബെസ്റ്റ് ഭക്ഷണമെന്നും പറഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ആ കുക്കില്ല, വേറെ പൊട്ട കുക്കാണ്. ഭക്ഷണം മോശമായി, മനസ്സിലായി? അതുകൊണ്ട് ഹോട്ടൽ ഇടിഞ്ഞു. ഇപ്പം അത് കാരണം നല്ല റെസ്റ്റോറൻറ്റുകാർ കുക്ക് കിടക്കാൻ പോകുമ്പോൾ വേറെ 2 പിള്ളേരെയും കൂടി അപ്പുറം ഇപ്പുറയും കിടത്തും, ഇയാൾ രാത്രി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ബിസിനസ്സിൽ അല്ല, ഞാൻ ഇതെല്ലാം വാച്ച് ചെയ്യുന്ന ആളാണ്. കാരണം ഇതിൻ്റെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സംഭവവും സ്റ്റൈലും ഇതൊക്കെയാണ്. പക്ഷേ എല്ലാ വിജയത്തിൻ്റെയും പുറകിൽ ഇങ്ങനെ ഉറങ്ങാതെ ഇരുന്ന്, ഉണ്ണാതെ ഇരുന്ന്, യാത്ര ചെയ്ത്, കഷ്ടപ്പെട്ട്, മാർക്കറ്റ് കണ്ടുപിടിച്ച്, മാർക്കറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറും. ഇപ്പം നമ്മുടെ ട്രെൻഡ് മാറില്ലേ? ഓരോ പ്രോഡക്റ്റിൻ്റെയും അത് വേണ്ട, അത് ഔട്ട്ഡേറ്റഡ് ആണ്. നമ്മൾ വേറെ പ്രോഡക്റ്റ് മാറി, നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം മാറും. നമ്മളാണ് ഇപ്പോൾ സ്പീഡിൽ മാറ്റിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ ഓരോന്നും. അപ്പം മാർക്കറ്റിലെ ട്രെൻഡ്, പ്രോഡക്റ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ അകത്തുള്ള ചേഞ്ചും വരുത്തിക്കൊണ്ടിരിക്കണം.
25 കൊല്ലം മുമ്പ് വിറ്റ സാധനം ഇപ്പോൾ ഓടുമോ? 1 കൊല്ലം മുമ്പ് വിറ്റത് ഇപ്പോൾ ഓടില്ല. മാറിക്കൊണ്ടിരിക്കണം, പ്രോഡക്റ്റ് മാറിക്കൊണ്ടിരിക്കണം കംപ്ലീറ്റ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് പ്രയാസപ്പെട്ട് കംപ്ലീറ്റ് ഞാൻ ഒരുപാട് കട ഉദ്ഘാടനം ചെയ്യാം സ്ഥിരം. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. കട ഉദ്ഘാടനം ചെയ്ത് ആ കടയെങ്ങാൻ പൂട്ടിപ്പോയല്ല ഇവനെ ഐശ്വര്യമില്ലാത്തവരാന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന കടയുടെ മുമ്പിൽ കൂടി പോകുമ്പോൾ ഞാൻ നോക്കും ഇയാൾ അവിടെ ഇരിക്കുന്നതെന്ന്. ഇല്ല, നമ്മുടെ ഫ്രണ്ട്സൊക്കെ അല്ല നമ്മളെ വിളിക്കുന്നത്. അപ്പം ഞാൻ വിളിക്കും, മര്യാദയ്ക്ക് പോയി കടയിൽ പോയിരിക്കും, കട ശ്രദ്ധിക്കാതെ വേറെ പണിയായിട്ട് നടന്നാൽ കട പൂട്ടിപ്പോവും, പിന്നെ ക്ഷീണം എനിക്കാണ്, ഉദ്ഘാടനം ചെയ്ത് എനിക്കാണ് എന്ന് പറയും. അപ്പോൾ അത്രയും അറ്റൻഷൻ അല്ലേ, ഇത്രയും കെയർ. ഇത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെയാണ്. നമ്മുടെ ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത് പോലെ ശ്രദ്ധിച്ച് കുഞ്ഞ് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി താരാട്ട് പാടി നമ്മളെ വളർത്തുന്ന പോലെയാണ് ഒരു ബിസിനസ്സിനെ വളർത്തുന്നത്. ഇത്രയും നന്നായിട്ട് ബിസിനസ്സിനെ പറ്റി ആരെല്ലാം പറഞ്ഞു. ഞാൻ തുടങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ സത്യമായിട്ട് ഞാൻ മനസ്സ് തുറന്ന് പറയാണ്, ഞാൻ എല്ലാ സക്സസിൻ്റെയും പുറകിൽ ഇതുപോലെയുള്ളൊരു കഠിനാധ്വാനത്തിൻ്റെ, ഒരു അർപ്പണബോധത്തിൻ്റെ, ഒരു മുഴുവൻ അതിനു വേണ്ടി മാറ്റിവെച്ചതിൻ്റെ, പിന്നെ കുടുംബത്തുള്ളവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത് പോയി. രാത്രി 12 മണി കഴിഞ്ഞിട്ട് വന്നാൽ നിങ്ങളിത് എല്ലാ ദിവസവും ഇത് ശീലമാക്കേണ്ട എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് പൂട്ടിപ്പോവും. അപ്പോൾ വീട്ടിലിരിക്കുന്നവരുടെ ഒരു സപ്പോർട്ടും ഫാമിലിയുടെ ഒരു സപ്പോർട്ടും നമ്മുടെ ടീമിൻ്റെ ഒരു സപ്പോർട്ടും എല്ലാം പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ 6 പേരും ഇതിനേക്കാൾ വലിയ വിജയങ്ങൾ കൊയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾ ബാക്കിയുള്ളവർക്ക് നല്ല മോഡൽ തുടങ്ങാൻ ധൈര്യം, ആത്മവിശ്വാസം, വിജയിക്കാൻ കഴിയും. ചില മോഡലുകൾ വേണം നമുക്ക് അല്ലേ. എന്താണ് ഐക്കൺ എന്നാണ് നിങ്ങൾ പേരിട്ടിരിക്കും അല്ലേ, ബിസിനസ് ഐക്കൺസ് എന്നാണ്. പ്രകാശഗോപുരം പോലെ നിൽക്കുന്ന ആളുകളാണ് മറ്റുള്ളവർക്കും മാതൃകയായി. അങ്ങനെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവർക്ക് അവാർഡ് നൽകിയ SCV ടീമിനെയും എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഊഷ്മളമായ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇൻസ്പയറിംഗ് വേർഡ്സ് സർ. നമ്മളെല്ലാവരെയും ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തതിന് നമ്മൾ ഒരുമിച്ച് സാറിന് ഒരിക്കൽ കൂടി നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നന്ദി അറിയിക്കുകയാണ്. And now we are quickly moving on to the much awaited award segment and requesting all the dignitaries to stay on stage to honor our awardees. Our very first award is for the excellence in best outbound tour operator of Kerala. And ആരാണ് വിന്നർ എന്ന് അറിയാനായിട്ട് let's look at the video wall to watch a short video about our winner. സംസ്ഥാനത്തെ ടൂറിസം രംഗത്ത് വിശ്വാസത്തിന്റെയും മികവിന്റെയും പേരായി മാറിയ നാമം സോമൻസ് ലെഷർ ടൂർസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. 1997 ആരംഭിച്ച സ്ഥാപനം കഴിഞ്ഞ 27 വർഷങ്ങളായി യാത്രകളെ വേറിട്ട അനുഭവങ്ങളാക്കി ജൈത്രയാത്ര തുടരുകയാണ്. ഓർമ്മകൾ കൊണ്ട് സമ്പന്നമായ യാത്രാവിരുന്നുകൾ ഒരുക്കുന്നതിൽ മികവ് തെളിയിച്ച സോമൻസ് ലെഷർ ടൂർസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ ടൂറിസം പ്രിഫേർഡ് പാർട്ണർ സ്കീം ടോപ്സ് അംഗീകാരവും UK വിസ സേവനങ്ങളിലെ മികവാർന്ന പ്രവർത്തനങ്ങൾ രാജ്യത്താകമാനം ശ്രദ്ധാകേന്ദ്രമായി മാറാനും അവസരമൊരുക്കിയിരിക്കുന്നു. കൂടാതെ IATA അംഗീകാരവും TAAI, TAFI, IATO തുടങ്ങിയ പ്രമുഖ ട്രാവൽ സംഘടനകളിലെ സജീവാംഗത്വവും സോമൻസ് ലെഷർ ടൂർസിന്റെ ആധികാരികതയുടെയും നിലവാരത്തിന്റെയും വിശ്വാസ്യതയുടെയും പ്രത്യക്ഷ തെളിവുകളായി തുടരുന്നു. സമഗ്രത, ഉപഭോക്തൃ കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, നവീകരണ ആശയങ്ങൾ, കാര്യക്ഷമമായ പ്രവർത്തന നൈപുണ്യം എന്നീ മൂല്യങ്ങളാണ് പാരമ്പര്യ നിറവിൽ തുടരുന്ന ഈ സ്ഥാപനത്തിന്റെ അടിത്തറ. തങ്ങളിലേക്കെത്തുന്ന ഓരോ ഉപഭോക്താവിന്റെയും താൽപ്പര്യങ്ങൾ ഉൾക്കൊള്ളാൻ നേടിയെടുത്ത പ്രാവീണ്യം കസ്റ്റമൈസ്ഡ് ടൂറുകളും ഗ്രൂപ്പ് ടൂറുകളും ഉൾപ്പെടെ ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ യാത്രാനുഭവങ്ങൾ ഒരുപോലെ ഒരുക്കുവാൻ സഹായിക്കുന്നു. സമീപഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തവും നവീനവും സുസ്ഥിരവുമായ ടൂർ മാനേജ്മെന്റ് കമ്പനിയായി മാറുക എന്ന ദർശനത്തോടെ സ്മാർട്ട് ട്രാവൽ സൊല്യൂഷനുകളുമായി കുതിക്കുകയാണ് സോമൻസ് ലെഷർ ടൂർസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. So ladies and gentlemen, the award for best outbound tour operator of Kerala goes to Mr. M.K. Soman, the director of Soman's Leisure Tours India Private Limited. We welcome you, sir, and requesting Mr. V.D. Sadishan, sir, to kindly honor our winner.
Soman's Leisure Tours India Private Limited is a company renowned for its meticulously curated domestic and international tour experiences, having guided thousands of travelers on memorable journeys since the late 1990s. Before saying a word, I have to appreciate V.D. സതീശൻ സാറിൻ്റെ ആ ഇൻസ്പയറിംഗ് വേർഡ്സ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഒരു ഇത്രയും സമയം ഇത്രയും ഒരു എന്താ പറയുക, അദ്ദേഹം ഐ ഡോണ്ട് നോ വെദർ ഈസ് ഗോയിങ് ടു ബി ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഇൻ ദ നെക്സ്റ്റ് ഇലക്ഷൻ ഒന്നും അറിയില്ല. ബട്ട് ഞാൻ ശരിക്കും അതൊരു മെസ്മറൈസിങ് ആയിരുന്നു. കൂടെ തന്നെ ഇപ്പോൾ ജോൺ സാറ് പറഞ്ഞ ഈ വാക്കുകളും ഒരുപാട് ഇൻസ്പയറിംഗ് ആണ്. ഞാൻ ആലോചിക്കുകയാണ് ഞാൻ എന്തൊക്കെയോ ആണെന്ന്, പക്ഷെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ലെന്ന്. മലയാളിയെ ലോകം കാണിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞ 28 വർഷമായിട്ടുള്ള യാത്ര, ഇതിനോടകം ലക്ഷക്കണക്കിന് മലയാളികളെ അല്ലെങ്കിൽ യാത്ര ആഗ്രഹിക്കുന്നവരെ ഈ ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലേക്കും ആയിരക്കണക്കിന് ഡിപ്പാർച്ചേഴ്സിലൂടെ ഈ 28 വർഷം പ്രവർത്തിച്ച ആ പരിചയം ഇന്ന് ഇവിടെ ഏഷ്യാനെറ്റിൻ്റെയും ACVയുടെയും ഈ അവാർഡ് കിട്ടിയ ആ സന്തോഷം ഒരുപാടാണ്. താങ്ക് യു വെരി മച്ച്. നത്തിങ് ഇമ്പോസിബിൾ എന്ന ഒരു വാക്ക് കുറേ വർഷങ്ങളായി കൂടെ കൂട്ടുന്ന ഞാൻ എൻ്റെ സ്റ്റാഫ്, എൻ്റെ കുടുംബാംഗങ്ങളോട് എന്നും സാധ്യമായത്, പറ്റുന്നത്, സത്യമായിട്ടുള്ള കാര്യം മാത്രം ഒരു കസ്റ്റമറുടെ അടുത്ത് പറയുക, അതുമാത്രമല്ലാതെ മറ്റൊന്നും ഒരു കാര്യം പ്രോമിസ് ചെയ്യാതെ ഈ ടൂറ്, നേരത്തെ നമ്മുടെ സതീശൻ സാറ് പറഞ്ഞു, ഈ ലോകത്തിലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ അതെന്തുമാകട്ടെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു. നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇൻഡിഗോ ഫ്ലൈറ്റ് നമുക്കറിയാം ഇഷ്യൂ, ഒരു യുദ്ധം എന്തെങ്കിലും ഉണ്ടായി, അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ ഈ മഴ കെടുതികൾ വന്നു. എന്ത് സംഭവിച്ചാലും ഏറ്റവും ആദ്യം എഫക്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി, ഈ ഭക്ഷണമായാലും മറ്റ് ഇൻഡസ്ട്രീസ് എന്ത് തന്നെയായാലും, സാറിൻ്റെ പല്ലായാലും അതിന് ഒരു കോട്ടം വരില്ല, കാരണം അത് അത്യാവശ്യമാണ്. ബട്ട് ഇത് ടൂറാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കുന്ന സമയത്ത് മാത്രം ചിന്തിക്കുന്ന ഒരു പ്രവൃത്തി, ഒരു സ്വപ്നം, ഒരു ഡ്രീം, അത് ഫുൾഫിൽ ചെയ്യുക എന്ന ദൗത്യം, അത് ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി വൺ. അപ്പം 1997 ഇടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 സ്റ്റാഫായി തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് മലയാളികളുടെ വിശ്വാസം നേടിയെടുത്ത, ഇന്നൊരു ടൂറ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു യൂറോപ്പിലേക്കുള്ളൊരു ടൂറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ സോമൻസിനെ എടുക്കുന്നു. ഒരു അമേരിക്ക എന്ന് പറയുമ്പോഴും സോമൻസിനെ എടുക്കുന്നു. ഈ കഴിഞ്ഞ 28 വർഷത്തിൽ 27 വർഷം അവസാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയാണ്, ഒത്തിരി ആളുകൾ ഈ ടൂർ പോകുന്നു, അവരെല്ലാവരും ദേ ക്യാൻ അഫോർഡ് എന്താണോ ആ ടൂർ കോസ്റ്റ് ദേ ക്യാൻ അഫോർഡ്. ബട്ട് ലേറ്റ്ലി, ഒരു വർഷം മുന്നേ മാത്രം ഈ യാത്ര ആഗ്രഹിക്കുന്ന ഒരു അഫോർഡബിലിറ്റി, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറുകൾ ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയ ഈ സൊസൈറ്റിയോടുള്ള കടമ നിർവഹിക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയ lokayatra.com എന്ന ഒരു സിസ്റ്റർ കമ്പനിയിലൂടെ ഈ യാത്ര ആഗ്രഹിക്കുന്ന, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൂർ ആഗ്രഹിക്കുന്നവരെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏകദേശം
1800 ചില്ലാനം പേരെ 60-ൽ പരം 62-ൽ പരം ഗ്രൂപ്പിലൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് എനിക്ക് ഈ 28 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ഒന്ന്. സോ താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ഈ അവാർഡ് ഒരുപാട് പ്രസ്റ്റീജിയസ് ആണ്. ഐ ആം വെരി ഹാപ്പി. സോ ഐ ആം once again conveying my great feeling and happiness to all of you. Thank you very much. Thank you so much, sir, and hearty congratulations once again. And now we are moving on to our second award, the award for innovation and leadership in medical manufacturing. And let's have a look at the video wall to get to know the winner. മെഡിക്കൽ ഡിസ്പോസിബിൾ നിർമ്മാണ രംഗത്ത് വർഷങ്ങളുടെ പരിചയസമ്പന്നത അവകാശപ്പെടാവുന്ന വിദഗ്ധരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കെയറോൺ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ആശുപത്രികളിൽ ഉണ്ടാകുന്ന അണുബാധകൾ നിയന്ത്രിക്കുക എന്ന ദൗത്യത്തോടെ ആരംഭിച്ച മുന്നേറ്റത്തിൽ രോഗികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉയർന്ന നിലവാരത്തിലുള്ള സിംഗിൾ യൂസ് മെഡിക്കൽ അപ്പാരലുകൾ ഒരുക്കുക എന്നതാണ് കെയറോണിന്റെ അടിസ്ഥാന പ്രതിബദ്ധത. ഏറെ കരുത്തും വൈവിധ്യ ചിന്തകളും അനിവാര്യമായ പ്രവർത്തന യാത്രയിൽ കെയറോൺ ഇന്ന് എല്ലാ തരത്തിലുള്ള ശസ്ത്രക്രിയകൾക്കും അനുയോജ്യമായ സ്റ്റെറൈൽ സർജിക്കൽ ഡ്രേപ്പുകൾ, പാക്കുകൾ, ഗൗണുകൾ, ഏപ്രണുകൾ, ഇൻസ്ട്രുമെന്റ് കവറുകൾ, സർജിക്കൽ കൺസ്യൂമബിളുകൾ എന്നിവയുടെ സമഗ്ര ശ്രേണി ആരോഗ്യരംഗത്തിന് സംഭാവന ചെയ്യുന്നു. വിവിധ സംരക്ഷണ നിലവാരങ്ങളും സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മെഡിക്കൽ ഗ്രേഡ് നോൺ വൂവൻ ബ്രീത്തബിൾ ബാക്ടീരിയ ബാരിയർ ഫാബ്രിക്കുകൾ ഉപയോഗിച്ചാണ് മുഴുവൻ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ അത്യാധുനിക മെഡിക്കൽ ഡിസ്പോസിബിൾ നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായി കെയറോൺ മാറിക്കഴിഞ്ഞു. ആഗോള പരിചയസമ്പന്നരായ പ്രൊഡക്ഷൻ എഞ്ചിനീയർമാരുടെയും ശക്തമായ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിന്റെയും മേൽനോട്ടത്തിൽ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നത് മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും സ്റ്റെറിലൈസേഷൻ വരെയുള്ള ഓരോ ഘട്ടവും സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ കെയറോണിന്റെ പ്രത്യേകതകളാണ്. അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ വെളിച്ചം വീശുന്നത് കെയറോണിന്റെ ഗുണനിലവാരത്തിലേക്കും വിശ്വാസ്യതയിലേക്കുമാണ്. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ രോഗികളുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകി മികവാർന്ന യാത്ര തുടരുന്ന കെയറോൺ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ഇന്ന് ആരോഗ്യ സംരക്ഷണ മേഖലയിലെ സുവർണലിപികളാൽ രേഖപ്പെടുത്തേണ്ട നാമമായി നമുക്കിടയിൽ അഭിമാനപൂർവ്വം നിലയുറപ്പിച്ചിരിക്കുകയാണ്. കെയറോൺ ഡയറക്ടർ ശ്രീ കോര ജെയിംസ് ഏഷ്യാനെറ്റ് ACV കേരള ബിസിനസ് ഐക്കൺ അവാർഡ് 2025 ഏറ്റുവാങ്ങുന്നു. Let us welcome Mr. Kora James onto the stage with a bigger round of applause. നമുക്ക് എത്രയും പ്രിയപ്പെട്ട നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ മേയർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മിസ്സസ് VK മിനിമോൾ മാമിനെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ലെറ്റ്സ് ഇൻവൈറ്റ് മിസ്റ്റർ സതീഷ് കുമാർ of Asianet Satellite Communications Limited Zonal Head, and requesting all the dignitaries on stage to together award Mr. Kora James the Award of Excellence in Medical Disposable Manufacturing. We are getting ready to hear from Mr. Kora James. Thank you ACV for this prestigious award. This will be a great motivation for our future growth. ഇത് നമുക്കൊരു എപ്പോഴും ഒരു പുഷായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ അവാർഡ്സും അല്ലെങ്കിൽ റെക്കഗ്നിഷൻസാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് കൂടുതൽ സ്പീഡിൽ ഓടാനും കൂടുതൽ ഏരിയാസ് കവർ ചെയ്യാനും എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. കെയറോണിനെ പറ്റി പറയുകയാണെങ്കിൽ മോസ്റ്റ്ലി യു ഓൾ മൈറ്റ് ഹവ് സീൻ ഇൻ ദ വീഡിയോ. നമ്മൾ വി ആർ എ 35-year-old company. It's a family-run business started by my parents. I am the second generation. Actually, my parents are also here running the business now. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടും ഏറ്റവും വലിയ മെഡിക്കൽ മാനുഫാക്ചറിങ് യൂണിറ്റാണ് നമ്മുടെ. ഇറ്റ് ഈസ് അബൌട്ട് 200,000, അതായത് 2 lakh square feet ഏരിയയും അതിനകത്തൊരു 60,000 square feet ക്ലീൻ റൂമാണ്. സോ വി മാനുഫാക്ചർ ദി എൻറ്റയർ പ്രോഡക്ട്സ് ഇൻ ക്ലീൻ റൂം. It is a CE certified company, CE and ISO 13485 certified ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ബാക്കിയുള്ള എൻ്റെ വിന്നേഴ്സിനെ നോക്കുമ്പം സാറിൻ്റെ ഡെൻ കെയർ ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ. മെഡിക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു മേഖലയാണ്.
ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും ഏറ്റവും വിലപ്പെട്ട സാധനം എന്താണ്? നമ്മുടെ ലൈഫാണല്ലേ. അപ്പം ഈ ലൈഫ് വെച്ച് ഹാൻഡിൽ ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ ഒരിക്കലും നമുക്ക് സോറി പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. ഇപ്പം ഒരു ഡോക്ടറിനൊരു കയ്യബദ്ധം പറ്റിക്കഴിഞ്ഞാൽ സോറി പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. സോ അതുപോലെ ഡോക്ടേഴ്സിനെയും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന മെഡിക്കൽ ഡിവൈസസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പം നമുക്ക് ഒരിക്കലും ഒരാളോട് സോറി പറയാൻ പറ്റില്ല. അപ്പം വി ഓൾവേസ് മേക്ക് ഷുവർ ഓൾ അവർ പ്രോഡക്ട്സ് ആർ ഹാവിങ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഓർ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. അപ്പം ദിസ് ഇസ് ആക്ച്വലി ടു പ്രിവെൻറ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. ഒരു സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ത്രെട്ട് അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർജൻസ് അല്ലെങ്കിൽ നഴ്സസ് പേടിക്കുന്നത് അത് കഴിഞ്ഞൊരു ഇൻഫെക്ഷൻ വരുമോ എന്നുള്ളതാണ്. അപ്പം ഇത് ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്. സോ കെയറോണിൻ്റെ പ്രോഡക്ട്സ് ആ ഒരു സ്റ്റാൻഡേർഡിലും ആ ഒരു നിലവാരത്തിലുമാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും വളരാനായിട്ടുള്ളൊരു ഇപ്പം എല്ലാവരും അവരവരുടെ സ്റ്റാർട്ടിങ്ങിനെ പറ്റി പറഞ്ഞു. ഞാൻ പറയുകയാണെങ്കിൽ അപ്പയും അമ്മയും 6 വർക്കേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ യൂണിറ്റ്. അപ്പം ഞാനിപ്പോൾ വന്നിട്ട് 12 ഇയേഴ്സായി കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പം അവിടുന്ന് ഇപ്പം 700ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫെസിലിറ്റിയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. സോ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. Thank you very much. And I also wish all my award winners all the very best and congrats. And now, ladies and gentlemen, let's move on to our third award for the evening for Women Empowerment in Education. So let's have a look at our video wall to get to know about the winner. Video, please. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സ്വയം ശാക്തീകരണവും സമൂഹത്തിന്റെ ഭാവിയും ദർശനങ്ങളും മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നെന്ന ഉറച്ച വിശ്വാസത്തിന്റെ പേര് ചിത്രിര വിമൻസ് അക്കാദമി. സ്ത്രീകളിലെ കഴിവുകളെ കണ്ടെത്തുക വഴി ആത്മവിശ്വാസമുള്ള നേതാക്കളായും സ്വയം പര്യാപ്തരായ വ്യക്തികളായും മാറ്റിത്തീർക്കുക എന്നതാണ് അക്കാദമി ലക്ഷ്യം വയ്ക്കുന്നത്. ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം, വ്യക്തിഗത പിന്തുണ, സമഗ്ര വ്യക്തിത്വ വികസനം ഇവയാണ് ചിത്രിര വിമൻസ് അക്കാദമിയുടെ അടിത്തറ. നഴ്സിംഗ് അസിസ്റ്റന്റ്, ഫാർമസി അസിസ്റ്റന്റ്, മെഡിക്കൽ ലാബ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബ്യൂട്ടീഷ്യൻ, ഫാഷൻ ടെക്നോളജി, ഷോർട്ട് ടേം മെഡിക്കൽ കോഴ്സുകൾ തുടങ്ങി തൊഴിൽ സാധ്യതകൾ തുറക്കുന്ന വിവിധ കോഴ്സുകളിലൂടെ സ്ത്രീകൾക്ക് പുതിയ ജീവിത വഴികൾ തുറന്നുകൊടുക്കുകയാണ് ചിത്രിര അക്കാദമി. സമൂഹത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിരവധിയായ സ്ത്രീകളുടെ ജീവിതത്തിൽ ചിത്രിര വിമൻസ് അക്കാദമിക്ക് വൻ ശക്തിയായി മാറാൻ സാധിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ആഴങ്ങൾ തേടിയുള്ള ഈ പ്രചോദന യാത്രയിൽ ചിത്രിര വിമൻസ് അക്കാദമി സജീവ നിറസാന്നിധ്യമായി സമൂഹത്തിൽ തലയുയർത്തി നിൽക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. So ladies and gentlemen, tonight we honor Ms. Tini P. Panikkal, the principal of Chittira Women's Academy. Please welcome her with a bigger round of applause, everyone. Chittira Women's Academy is an institution dedicated to empowering women through holistic programs in biotechnology, medical lab technology, leadership training, and more, equipping women for success and leadership. Hearty congratulations, ma'am. Let us hear from Ms. Tini Panikkal, the Managing Director of Chittira Women's Academy. ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ഈ ഒരു അവാർഡ് ലഭിക്കുവാനായി എന്നെ തിരഞ്ഞെടുത്ത ACV ടീമിനോടുള്ള നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ എൻ്റെ ഒപ്പം അവാർഡ് പങ്കിട്ട ബാക്കിയുള്ളവരോടും ഉള്ള എൻ്റെ അഭിനന്ദനങ്ങൾ ഞാനിവിടെ സമർപ്പിക്കുന്നു. ചിത്ര വിമൻസ് അക്കാദമി തുടങ്ങുന്ന സമയത്ത് ആകെ 2 വിദ്യാർത്ഥിനികളായിട്ടാണ് ഞങ്ങളൊരു തുടക്കം ഉണ്ടായിരുന്നത്. സാധാരണഗതിക്ക് പൊതുവെ കാണുന്ന പോലെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു സ്ത്രീ തുടങ്ങുമ്പോൾ ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ചും, കാരണം ബിസിനസ് എന്നത് പുരുഷന്മാർക്ക് മാത്രം പറ്റിയൊരു വേദിയാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ഒരു തുടക്കം. സത്യം പറയുകയാണെങ്കിൽ തുടക്കകാലത്തുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകൾ ഇന്നിപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു എന്നത് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. അതിന് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ്, ഞങ്ങളുടെ സ്റ്റുഡൻസ്, ഇവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു.
സ്ത്രീ വിദ്യാഭ്യാസം എന്നതിലുപരി സ്ത്രീകൾക്ക് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ജോലിയിൽ നൈപുണ്യം നേടിയെടുക്കുക എങ്കിൽ തന്നെ സ്ത്രീ സുരക്ഷിതയാവും എന്നൊരു ആശയം കൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുകയുണ്ടായത്. ഏകദേശം 1000-ഓളം വിദ്യാർത്ഥിനികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങി വിവിധമായ മേഖലകളിൽ ജോലിയെടുക്കുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടക്കകാലത്ത് ഞങ്ങൾ MLT എന്നൊരു കോഴ്സായിട്ടായിരുന്നു ആരംഭം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബ്യൂട്ടീഷ്യൻ, ഫാഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ കോഴ്സസ്, നഴ്സിംഗ്, ഫാർമസി തുടങ്ങിയ ഒരുപാട് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വിദ്യാർത്ഥിനികൾക്കായി നടത്തി വരുന്നു. ഇക്കാലഘട്ടം വരെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദിയും ഒപ്പം തന്നെ ACV ടീം മെമ്പേഴ്സിനോടുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Stepping into our next award, Retail Excellence requires commitment, customer trust and unwavering service standards. The Business Icon Award for Retail Excellence goes to Mr. Peter Paul Pittapillil. Let's welcome him onto the stage with another huge round of applause. മുപ്പത്താറ് വർഷങ്ങളുടെ പാരമ്പര്യവുമായി കേരളത്തിന്റെ വാണിജ്യ മേഖലയിൽ അഭിമാനപൂർവ്വം നിലകൊള്ളുന്നതിനൊപ്പം വിശ്വസ്തതയും ഉപഭോക്തൃ സംതൃപ്തിയും ഏറ്റുവാങ്ങിക്കൊണ്ട് വിജയയാത്ര തുടരുന്ന പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് റീറ്റെയിൽ മേഖലകളിൽ കണ്ണികൾ കോർത്തു തുടങ്ങിയ യാത്രയിൽ 70-ലധികം നഗരങ്ങളിലായി 84 ഔട്ട്ലെറ്റുകളിലൂടെ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഓരോ മലയാളി വീട്ടിലേക്കും ഗുണമേന്മയും വിശ്വാസവും എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ടെലിവിഷനുകൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, എയർ കണ്ടീഷണറുകൾ മുതൽ മൊബൈൽ ഫോണുകൾ, കിച്ചൺ അപ്ലയൻസുകൾ, ഫർണിച്ചർ മാട്രസുകൾ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ വരെ പ്രമുഖ ബ്രാൻഡുകളുടെ സമ്പൂർണ്ണ ഉൽപ്പന്ന ശ്രേണി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഒരേ കുടക്കീഴിൽ ഒരുക്കുന്നു. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലുടനീളം വ്യാപിച്ചിരിക്കുന്ന ഷോറൂമുകൾ ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സൗകര്യം ഉറപ്പാക്കുന്നതിനൊപ്പം ഓൺലൈൻ ഷോപ്പിംഗും ടെലി ഷോപ്പിംഗും അവതരിപ്പിച്ച് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് റീറ്റെയിൽ അനുഭവത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. മാറുന്ന കാലത്തിനൊപ്പം അനിവാര്യതകളുടെ മാറ്റങ്ങളുമായി ചുവടുകൾ വയ്ക്കുമ്പോഴും വിശ്വാസവും മൂല്യങ്ങളും കൈവിടാതെ പാരമ്പര്യത്തിനൊപ്പം ഉന്നത നിലവാരം പുലർത്തി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് കേരളത്തിന്റെ റീറ്റെയിൽ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ തങ്ങളുടെ സേവനങ്ങൾ അടയാളപ്പെടുത്തി മുന്നേറട്ടെ എന്നാശംസിക്കാം. We need to hear from you. We are waiting for your words. So over to you, sir. നമസ്കാരം. നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇവിടെ നല്ല രീതിയിൽ ബിസിനസ്സിനെയും ഇൻഡസ്ട്രിയെയും എങ്ങനെ വളർത്തണം എന്നുള്ളതിനെക്കുറിച്ച് പറയുകയുണ്ടായി. സത്യത്തിൽ അതൊരു ഫാക്റ്റാണ്. അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ 88 അരാംകോ എന്ന് പറഞ്ഞൊരു ഓയിൽ കമ്പനിയിൽ ഒരു സീനിയർ എഞ്ചിനീയറായിരുന്നു. ടെക്നിക്കലായിട്ട് സീനിയർ പോസ്റ്റ് രാജിവെച്ച് വന്നിട്ട് ഇവിടെ വന്നൊരു കമ്പനി തുടക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. സത്യം പറഞ്ഞാൽ അത്യാവശ്യം പൈസയൊക്കെ ആയെന്ന് വിചാരിച്ചു. ബാങ്കിലും അത്യാവശ്യം പൈസ ഉണ്ട്, തോട്ടമൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ 90കളിലെ ബിസിനസ് സാഹചര്യം അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഡസ്ട്രി തുടങ്ങിയാൽ കുത്തുവാളെടുക്കും, എത്രയും പെട്ടെന്ന് തിരിച്ച് വീണ്ടും ഗൾഫിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫണ്ട് ഞാൻ എടുക്കാതെ ഞാൻ ചെറിയ രീതിയിലൊരു ബിസിനസ്സായിട്ട് പെരുമ്പാവൂർ ഹോം അപ്ലയൻസ് അന്ന് TV ഒക്കെ വന്നു തുടങ്ങുന്ന കാലമായതുകൊണ്ട് ഒരു ഇലക്ട്രോണിക് ബിസിനസ് പെരുമ്പാവൂർ ഞങ്ങളുടെ വീടിനടുത്താണ് ആദ്യം തുടങ്ങിയത്. അവിടുന്ന് വെറുതെ ഇരിക്കാൻ കഴിയില്ലാത്തതുണ്ടെന്ന് പറഞ്ഞ മാതിരി തുടങ്ങിയതാണ്. പക്ഷേ വർക്കൊരു പാഷനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മാതിരി 10-15 വർക്ക് ചെയ്ത് ഞാൻ ആറാമക്കൊല്ലം നല്ല വർക്ക് ചെയ്തിരുന്നയാളാണ്. സീനിയർ എഞ്ചിനീയറായിരുന്നു. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കലായിട്ട് വെച്ചിരുന്നു. ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത് എനിക്കൊരു ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ചെറിയ കച്ചവടം പോരാന്ന് തോന്നി. ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു, റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. കസ്റ്റമേഴ്സ് ഞങ്ങളുടെ കൂടെ വന്നു. എന്നും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളും ക്വാളിറ്റിയുള്ള സേവനങ്ങളും മാത്രമേ കൊടുക്കുള്ളൂ എന്ന് നിശ്ചയിച്ചിട്ട് ഞാൻ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അരാംകോയിലായതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടിയല്ല ബിസിനസ് ചെയ്തത്, ഗുഡ് വില്ലിന് വേണ്ടിയാണ്. ഇന്നും ഞങ്ങൾ അതേ ഇതാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന് സൽപ്പേരിട്ടുണ്ട്. ഞങ്ങളുടെ ബ്രാഞ്ചുകളിൽ 1000-1500 പേരുണ്ട്, 84 ബ്രാഞ്ചുണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാവരും രാവിലെ എടുക്കുന്ന പ്രതിജ്ഞ ഈ സ്ഥാപനം സമൂഹത്തിന് നന്മയാവണം, സൽപ്പേരിനും അഭിവൃദ്ധിക്കും വേണ്ടി അവർ പ്രതിജ്ഞ എടുത്തിട്ട് വർക്ക് ചെയ്യുന്നത്. മറ്റല്ല പണം പുറകെ വരണം, മണി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ സ്ഥാപനം നിലനിൽക്കണമെങ്കിലും വളരണമെങ്കിലും സാമ്പത്തികം ആവശ്യമാണ്. പക്ഷേ സാമ്പത്തികം ഒരു ദിവസം പോലും ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടല്ല ബിസിനസ് ചെയ്യുന്നത്.
കസ്റ്റമറുടെ മനസ്സിൽ ബ്രാൻഡ് കയറുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ടും ഞങ്ങൾ അദ്ദേഹം സതീഷ് സാർ പറഞ്ഞാൽ ഞങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ കയറിയിരുന്നത്. പല ചലഞ്ചസ് ഉണ്ട്, ഭയങ്കര മത്സരമുള്ള ഒരു ഫീൽഡ്. ഇലക്ട്രോണിക് ബിസിനസ് ഏറ്റവും മത്സരമുള്ള ഫീൽഡാണെന്ന് നിങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇത്രയും മത്സരിച്ചിട്ട് വരികയും ആ രംഗത്ത് ധൈര്യമായിട്ട് നിന്ന് വളർന്ന് എത്രയോ പേർക്ക് ജോലിയൊക്കെ കൊടുക്കാൻ കഴിയുന്നു. ഞാൻ ഡെൻകെയറിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും കുറേ പേർക്കൊക്കെ ജോലിയൊക്കെ കൊടുത്ത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. എന്നും നല്ല സേവനം നൽകണമെന്ന് നിഷ്കർഷിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. എല്ലാവരും നിങ്ങളെപ്പോലെയുള്ള പലരും മീഡിയ എല്ലാവരും ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സായിട്ടുള്ളവരും ഭാവിയിൽ കസ്റ്റമർ ആവാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഒരു നവവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir, and once again, hearty congratulations. We are now moving on to our next award for the day for Young Women Entrepreneur of the Year, and the award goes to Miss Kirti. Please welcome her with another huge round of applause, everyone. She's a CEO of CEO Square. ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നേതൃത്വം നൽകുന്ന സംരംഭകരെ ഒരുമിപ്പിച്ച് വളർച്ചയുടെ പാതകൾക്ക് വഴിയൊരുക്കുന്ന ശക്തമായ കൂട്ടായ്മയാണ് സിഒ സ്ക്വയർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംരംഭകത്വ കൂട്ടായ്മ എന്ന നിലയിൽ വിവിധ ഘട്ടങ്ങളിലുള്ളവരെ ശക്തരാക്കുക എന്ന ദൗത്യത്തോടെയാണ് സിഒ സ്ക്വയർ പ്രവർത്തിക്കുന്നത്. പുതുതായി സംരംഭം ആരംഭിക്കുന്ന യുവാക്കളായാലും പരിചയസമ്പന്നരായ ബിസിനസ് ലീഡർമാരായാലും വിദ്യാർത്ഥികളായാലും പ്രൊഫഷണലുകളായാലും മുന്നേറാൻ ആവശ്യമായ വിഭവങ്ങളും ബന്ധങ്ങളും സിഒ സ്ക്വയർ ഒരുക്കുന്നു. സമാന ചിന്താഗതിയുള്ള സംരംഭകരെയും വ്യവസായ നേതാക്കളെയും ദർശനമുള്ള വ്യക്തികളെയും ഒരുമിപ്പിക്കുന്ന വേദിയായി നിലകൊള്ളുന്ന സിഒ സ്ക്വയർ ഇന്ന് ആഗോള ചലനങ്ങൾക്ക് ഇടങ്ങളൊരുക്കുകയാണ്. We honor with this award Miss Kirti for her exceptional performance and contributions in business and innovation as a young entrepreneur. Once again, a huge round of applause for Miss Kirti. Thank you so much and hearty congratulations. എനിക്ക് ഭയങ്കര നോൺഷലൻ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നായിരുന്നു. ഐ എം ലൈക്ക് ടു ഓവർവെൽംഡ് റൈറ്റ് നൗ ആൻഡ് വാട്ട് എ വാട്ട് എ വേ ടു എൻഡ് മൈ 2025. ഏത് ഇവൻറ്റിൽ പോയാലും ഐ വുഡ് ക്യാരി മൈ മോംസ് 1 or 2 എന്താ പറയുക ചെറിയ കോട്ട്സ്. ടുഡേ ഐ ഫെൽ ലൈക്ക് ഷെയറിങ് ദിസ് 1 quote. ഷീ വുഡ് ഓൾവേസ് ഷെൽ സേ it doesn't matter നമ്മുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ നമ്മുടെ ജേർണി ഏതാണ്. വാട്ട് മാറ്റേഴ്സ് ഈസ് ഹൗ മെനി പീപ്പിൾ യു മീറ്റ് വെൻ യു ഗോ ത്രൂ ദാറ്റ് ജേർണി. ആൻഡ് ഐ തിങ്ക് wow, fantastic. I have done a very good job at connecting people, meeting people. So far എനിക്ക് 10,000 plus ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ജേർണിയിൽ. ആൻഡ് ഐ വുഡ് ക്യാരി ദിസ് പ്ലഷർ വിത്ത് മൈസെൽഫ് ആൻഡ് ദെൻ മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. And I guess that's it. And I wanted to say that when I dropped out of college I was 19 and a lot of people told me that you are not going to reach where you want to be because to reach somewhere you got to get a degree. But I got to dedicate this award to all the dropout people then. Thank you so much. The final award for the evening, the Visionary Entrepreneur of the Year, presented to an individual whose vision has reshaped the industry's global footprint. Let's welcome on stage Mr. John Kuriakose, the founder and leader of DentCare Dental Lab Private Limited. ദന്തചികിത്സാ രംഗത്ത് ഇന്ത്യയുടെ പേര് ലോകഭൂപടത്തിൽ ചാർത്തിയ കഠിനാധ്വാനിയായ മാതൃകാ പുരുഷൻ ശ്രീ ജോൺ കുര്യാക്കോസ്. ഡെൻകെയർ ഡെന്റൽ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകനും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ കുര്യാക്കോസ് 35 വർഷത്തിലേറെയായി ഡെന്റൽ പ്രോസ്തറ്റിക് രംഗത്ത് ഗവേഷണവും സാങ്കേതിക നവീകരണവും സമന്വയിപ്പിച്ചുകൊണ്ട് ആഗോള നിലവാരമുറപ്പിച്ച് ജൈത്രയാത്ര തുടരുന്നു. 1988 290 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച ഡെൻകെയർ ഇന്ന് 3 ലക്ഷം സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണമുള്ള ആധുനിക സാങ്കേതിക കേന്ദ്രമായി വളർന്നു കഴിഞ്ഞു. CAD CAM സാങ്കേതിക വിദ്യയിലും ഡെന്റൽ മെറ്റീരിയൽ സയൻസിലുമുള്ള ജോൺ കുര്യാക്കോസിന്റെ നേതൃഗുണമാണ് ഇന്ന് UK, USA, കാനഡ, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ഡോക്ടർമാർ ഡെൻകെയറിനെ വിശ്വാസത്തോടെ തിരഞ്ഞെടുക്കാൻ കാരണമായിരിക്കുന്നത്.
ഇച്ഛാശക്തിക്കൊപ്പം തളരാനും പതറാനും മടി കാണിക്കുന്ന ആത്മബലം കൈമുതലാക്കി പടുത്തുയർത്തിയ ആശയ സമ്പന്നതകളുടെ നിലനിൽക്കുന്ന ഉദാഹരണങ്ങളെ സമൂഹത്തിന് മാതൃകയാക്കാൻ സാധിക്കും വിധം അണിനിരത്തുന്ന ശ്രീ ജോൺ കുര്യാക്കോസ് നമുക്കിടയിൽ 100 മേനി പൊൻതിളക്കത്തോടെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. Visionary Entrepreneur of the Year, Mr. John Kuryakos, the founder, chairman and managing director of DenCare DentLab Private Limited. Over to you, sir. ആദരണീയരായ ഡയസിലും സദസ്സിലും എല്ലായിടത്തുമായിരിക്കുന്ന എല്ലാവർക്കും, അവാർഡ് ജേതാക്കൾക്കും എല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബിസിനസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലെ ആശയങ്ങളും എൻ്റെ ജീവിതത്തെ ഉയർത്തിയതായ എല്ലാം കേട്ടുകൊണ്ട് സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ കഥ അറിയണമെങ്കിൽ johnkuryakos@dencaredental.com അതടിച്ചാൽ വളരെ പച്ചയായ മലയാളത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല എങ്കിലും 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഒരിക്കലും എൻ്റെ 15 വയസ്സ് വരെ ഒരു സംരംഭനാകുക എന്നുള്ള സ്വപ്നം പോലും കണ്ട മനുഷ്യനല്ല. കൃത്യമായി പറഞ്ഞാൽ ഒരു മാനസിക രോഗിയുടെ 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ചൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മയുടെ അപ്പനും അമ്മയും 7 വയസ്സിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു നേരത്തെ ആഹാരത്തിന് എൻ്റെ അമ്മ വീടുകൾ തോറും ഒരു കീറത്തുണി എടുത്തുകൊണ്ട് അമ്മയുടെ 7ാമത്തെ വയസ്സിൽ വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലും വിവാഹത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. നാട്ടിൽ ഭ്രാന്തൻ്റെ മകനെന്ന് വിളിക്കുമ്പോൾ നിരാശപ്പെട്ട് താഴേക്ക് മാത്രം നോക്കി നടന്ന് എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം, മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്, ജീവിക്കുന്നത്, യാതൊരു ലക്ഷ്യവുമില്ലാതെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഞാൻ. SSLC കഴിഞ്ഞിട്ട് തുടർന്ന് പഠിക്കാൻ മാർഗമില്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജീവിതം എല്ലാം ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു ദൈവവിശ്വാസി ആയിരുന്നില്ല. ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചതെങ്കിലും ദൈവമില്ലെന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ഭ്രാന്ത് വരുന്നതുകൊണ്ട്. എന്നാൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു സുവിശേഷ പ്രസംഗം കേൾക്കാൻ പോകാനിടയായി. എൻ്റെ ജീവിതം ദൈവത്തിനായി വിട്ടുകൊടുക്കാനിടയായി. എൻ്റെ പിതാവിന് ഭ്രാന്ത് ബാധിച്ച് കുറേ പേരുകൂടി പിടിച്ച് കയ്യും കാലുമെല്ലാം കെട്ടി തൃശ്ശൂർ ഭ്രാന്താശുപത്രി കൊണ്ട് ചികിത്സിച്ച കാലങ്ങൾ അന്ന് ഒരു നേരത്തെ ആഹാരത്തിന് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അമ്മ ഉച്ചവരെ കൂലിപ്പണി കഴിഞ്ഞ് ആ വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറും കറികളുമെല്ലാം ഒരു മൺചട്ടിയിലാക്കി കൊണ്ടുവരുന്ന കഴിക്കാൻ ഞാൻ കൊതിയോടെ ഇരുന്നിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് അമ്മ സുവിശേഷ പ്രസംഗം കേൾക്കാൻ പോയ സമയത്ത് ആ കാലങ്ങളിലെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്, പള്ളികളും അമ്പലങ്ങളും എല്ലാം കയറി ഇറങ്ങി നടന്നു. എൻ്റെ പിതാവിൻ്റെ ഭ്രാന്ത് മാറാൻ വീട്ടിൽ വെച്ച് മന്ത്രവാദം വരെ ചെയ്തിട്ടുണ്ട്. അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്, ഭ്രാന്ത് മാറിയില്ല. എന്നാൽ എൻ്റെ അമ്മ തന്നെത്താനിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എൻ്റെ പിതാവിൻ്റെ രോഗം, ഒരു ദിവസം 12 ഉറക്കഗുളിക കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ പിതാവിൻ്റെ രോഗം എന്നേക്കുമായി മാറ്റി. അതോടുകൂടി ഞാനൊരു വിശ്വാസിയായി മാറി. എൻ്റെ പിതാവിനോട് പറഞ്ഞു, എടാ പഠിപ്പിക്കാൻ വിടാൻ മാർഗ്ഗമില്ല, റബ്ബർ വെട്ട് പഠിച്ചോളാൻ. 15ാമത്തെ വയസ്സിൽ റബ്ബർ വെട്ടുകാരനായിട്ട് ജീവിതം ആരംഭിച്ചു. അന്ന് കൂടെ പഠിക്കുന്നവരെല്ലാം കോളേജിൽ പോകുന്ന കാണുമ്പോൾ ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവമേ എനിക്ക് ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിലൊരു ഡെൻ്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർ ഊണ് കഴിക്കുന്ന പാത്രം കഴുകിക്കുക, ഇതെല്ലാമായിരുന്നു എൻ്റെ ജോലി. എന്നാൽ അവിടെ നിന്ന കാലത്ത് എൻ്റെ ജീവിതത്തിലൊരു സ്വപ്നം കിട്ടി. ദൈവം തന്നതാണെന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. സ്വന്തമായിട്ടൊരു ഡെൻ്റൽ ലാബ് തുടങ്ങണം. ആ കാലത്ത് ആകെ ഇന്ത്യയിൽ 2 ഡെൻ്റൽ ലാബേ ഉള്ളൂ. അവിടെ ചെയ്തുകൊണ്ടിരുന്ന പല്ലുകളൊന്നും പേഷ്യൻ്റെ വായിൽ ഫിറ്റാകില്ല. അങ്ങനെ ആ സ്വപ്നം കണ്ടു എന്നുള്ളത് കൊണ്ട് ദൈവം ഇങ്ങനെ നൂലയിലൊന്നും കെട്ടിയിറക്കിക്കൊണ്ട് തരുമല്ലോ ആർക്കും. രാപകമില്ലാതെ അധ്വാനിക്കാൻ ആരംഭിച്ചു. ചുരുക്കി പറഞ്ഞു നിർത്താം, 6 വർഷം 2-3 മണിക്കൂറുകൾ മാത്രം ഉറങ്ങിയ കാലങ്ങളുണ്ട്. 88-ൽ 20 ലക്ഷം രൂപ മുടക്കി
15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ലോൺ എടുത്തു. 6 വർഷം കഠിനാധ്വാനം ചെയ്ത് ഏതാണ്ട് 5 ലക്ഷം രൂപയോളം സമ്പാദിച്ചു. അങ്ങനെ കേവലം 290 സ്ക്വയർ ഫീറ്റിൽ 6 ജോലിക്കാരെ വെച്ച് ഡെൻകെയർ തുടങ്ങി. പിന്നെ അഭൂതപൂർവമായ വളർച്ചയായിരുന്നു. 38 വർഷത്തിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് അന്ന് കേവലം 250 രൂപ മാസ ശമ്പളത്തിന് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിൽ വന്നെങ്കിൽ ഇന്ന് ഒരു മാസം ശമ്പളം കൊടുക്കാൻ ഞങ്ങൾക്ക് 12 കോടിയിലേറെ രൂപ വേണം. അന്ന് കേവലം 6 ജോലിക്കാർ വെച്ച് സ്ഥാപനം തുടങ്ങിയെങ്കിൽ ഇന്ന് 4390 പേര് ജോലിക്കാരുണ്ട്. അന്ന് കേരളത്തിൽ മാത്രം വ്യവസായം തുടങ്ങിയെങ്കിൽ ഇന്ന് 8 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. മാത്രമല്ല UK-യിലും USA-യിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UAE-യിലും എല്ലാം മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. തീർന്നില്ല, 27 കൺട്രീസിലേക്ക് ഞങ്ങൾ വിവിധ തരം പല്ലുകൾ 2 പ്രോഡക്റ്റ്സ് ആയിട്ടാണ് തുടങ്ങിയത്. 450 പ്രോഡക്റ്റ്സ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം അത്ഭുതകരമായൊരു വളർച്ചയായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് സാധിച്ചെടുക്കാനിടയായി. തീർച്ചയായിട്ടും എന്നെ ഇങ്ങനെ ഒരു അവാർഡിന് തിരഞ്ഞെടുത്ത ഏഷ്യാനെറ്റിനോട് അഥവാ ACVയോട് തീർച്ചയായിട്ടും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. എല്ലാം ഞാൻ അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾ അവാർഡ് ജേതാക്കളായുള്ള ആളുകളും അതുപോലെ തന്നെ അവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. മാത്രമല്ല ഇത്രയും ഒരു വലിയ സമൂഹമല്ലല്ലോ, എല്ലാവരെയും ഞാൻ ഡെൻകെയർ കാണാനായി മൂവാറ്റുപുഴയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. താങ്ക് യു ഓൾ. So congratulations to all the winners and thank you so much Mr. V.D. Satheeshan sir, our Kochi Corporation Mayor, ബഹുമാനപ്പെട്ട VK മിനിമോൾ മാമിനെ വേദിയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ ബിസിനസ് ഐക്കൺസ് അവാർഡ് വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാം സമൂഹത്തിൽ വിവിധ തുറകളിൽ നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരാണ്. ഇന്നിവിടെ അവാർഡ് ഏറ്റുവാങ്ങിയവരും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഇത് സംഘടിപ്പിച്ചവരും എല്ലാം തന്നെ ഓരോ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ കഴിവുകൾ കൊച്ചി നഗരത്തിൻ്റെ വികസനത്തിന് കൂടി ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് നിന്ന് ഈ നഗരത്തിലെ ജനങ്ങൾക്കൊപ്പം അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരു സമാധാനപൂർണ്ണമായ നല്ല ഒരു ജീവിതം കൊച്ചി നിവാസികൾക്ക് ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. Thank you so much ma'am, and requesting you to please stay back for a moment. We are honoring our Kochi Corporation Mayor Mrs. VK Minimol ma'am, and to do the honors let me invite on stage Mr. Abhijit B, our executive editor of ACV News, along with Mr. Bijo Jose, sales head of ACV, and Mr. Sadish Kumar, zonal head of Asianet Satellite Communications. Once again, thank you so much, ma'am. Now, to express our collective gratitude and close the event, let me invite on stage Mr. Bijo Jose, our sales head at ACV. With a bigger round of applause, let's welcome once again. ബഹുമാനപ്പെട്ട ലീഡർ ഓഫ് ഓപ്പോസിഷൻ ശ്രീ VD സതീശൻ അവർകൾ, ACV എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ അഭിജിത്ത് B, ഇന്നത്തെ അവാർഡ് ജേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രക്ഷേപണത്തിൻ്റെ സംപ്രേഷണത്തിൻ്റെ 33 വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ ഇങ്ങനെയൊരു ഫംഗ്ഷൻ നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ കൃതജ്ഞതയുണ്ട്. ഇന്നത്തെ നമ്മുടെ അവാർഡ് ജേതാക്കൾ അല്ലെങ്കിൽ ബിസിനസ് സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയുടെ ചാലക ശക്തികളാണ്. നമുക്കറിയാം, ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ഉണ്ടാകുമ്പോൾ ആ ഒരു കുടുംബം മാത്രമല്ല അഭിവൃദ്ധിപ്പെടുന്നത്. ആ ഒരു ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, ഇപ്പോൾ ഏകദേശ കണക്കുകൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം കുറഞ്ഞത് ഈ 6 പേരും കൂടി കുറഞ്ഞതൊരു 7000 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്നുണ്ടാവും. 7000 പേരെന്ന് പറയുമ്പോൾ 7000 കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുന്നത്. സോ ഇനിയും വലിയ ഉയരങ്ങളിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനിയും ഒത്തിരി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇവരെല്ലാവരും തന്നെ നമ്മുടെ ദൈനംദിന ജീവിതവും ഒക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യുന്നവരാണ്. സോമൻ സാറാണ് നമ്മളെ ലോകം കാണാൻ പഠിപ്പിച്ചത്. കോര ജെയിംസ് സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത്. എങ്കിലും പോയാലും പരിക്കില്ലാതെ തിരിച്ചെത്താൻ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത് ഈ കെയർ ഓൺ ഹെൽത്ത് കെയർ സൊല്യൂഷൻസാണ്. നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ പോയ വഴി തന്നെ തിരിച്ചു വരാൻ നമ്മെ സഹായിക്കുന്നത് അവരാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുറച്ചും കൂടെ സിമ്പിളാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിനോദോപാധികൾ, ഇതിനെയൊക്കെ നമ്മളെ സഹായിക്കുന്നത് പീറ്റർ പോൾ പിട്ടാപ്പള്ളി സാറിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്ന 10-70 ഷോറൂംസ് ഉണ്ട്. അതുപോലെ തന്നെ മിസ് കീർത്തി ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പമായിട്ടുള്ള ആളാണ്. ബഡ്ഡിങ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും വിവിധ ജീവിത ഉപാധികളും തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ചിത്ര വുമൻസ് അക്കാദമിയിലെ ശ്രീ ടിനി പി പനക്കൽ, നമുക്ക് 10 പേരിന് മുന്നിൽ ചിരിച്ചു കാണിക്കാൻ നമ്മളെ സഹായിക്കുന്ന മിസ്റ്റർ ജോൺ കുര്യാക്കോസ്, ഡെൻറ്റ് കെയർ ഡെൻ്റൽ ലാബിൻ്റെ സാരഥി. അദ്ദേഹം മാത്രമാണ് ചെറുതായിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഇവിടെ പ്രതിപാദിച്ചത്. കാര്യം ലോകം ചിരിക്കാൻ പഠിച്ചതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ കണ്ണീരിൻ്റെ കഥയുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും, ഇവിടെ ഇന്ന് അവാർഡ് ജേതാക്കളായിട്ടുള്ള എല്ലാവർക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ കഥകളുണ്ടാവും. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ സക്സസ്ഫുള്ളായി വന്നവർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവരോരുത്തരും തുടങ്ങുകയും വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്തിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്, ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു പദം മനസ്സിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ആ വാക്ക് കേട്ടിട്ടില്ല. ട്രേഡ് യൂണിയൻ മിലീഷ്യ. ഇവരൊക്കെ അതൊക്കെ കഴിഞ്ഞ് വന്നവരായിരിക്കാം. എനിവേ, കഠിനാധ്വാനവും അർപ്പണബോധത്തിൽ കൂടിയുമാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവിധ സക്സസ്സും ഫ്യൂച്ചറിൽ നേരുന്നു. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ എല്ലാവരും സൂചിപ്പിച്ച പോലെ എത്ര ലൈറ്റായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ലൈറ്റായിട്ട് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് പുള്ളി ബിസിനസ്സിനെ പറ്റി പ്രതിപാദിച്ചു പോവുകയുണ്ടായി. അപ്പോൾ ഈ തിരക്കിനിടയ്ക്കും ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും സുമനസ് കാണിച്ച ശ്രീ വി ഡി സതീശൻ അവർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളു. ഒപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി അവാർഡ് ജേതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.